ശബരിമലയിലെ വിശുദ്ധമായ സ്വർണ്ണ ഉരുപ്പടികൾ കവർന്നതുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM നേതാവുമായ N. വിജയകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അധികാരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്ന വലിയൊരു അഴിമതിയുടെയും ഗൂഢാലോചനയുടെയും ചുരുളുകളാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് N. വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തത്. സാധാരണഗതിയിൽ ഒരു ദേവസ്വം ബോർഡ് അംഗം അറസ്റ്റിലാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമാണ്. എന്നാൽ ഈ കേസിൽ നടന്നത് ആസൂത്രിതമായ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ അത്യധികം ഗൗരവകരമായ കുറ്റങ്ങളാണ് വിജയകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019 മാർച്ച് 19 ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൈമാറാൻ ഭരണസമിതി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ രേഖകളിൽ അതീവ ജാഗ്രതയോടെ തിരുത്തലുകൾ വരുത്തി. സ്വർണം എന്ന് എഴുതേണ്ട സ്ഥാനത്ത് ചെമ്പെന്ന് മാറ്റി എഴുതിയാണ് ഇവർ ഉദ്യോഗസ്ഥരെയും ഭക്തരെയും കബളിപ്പിച്ചത്. ബോർഡിന്റെ ആസ്തികൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അവ വിറ്റഴിക്കുന്നതിനും രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും സഹായിച്ചു. ഈ നടപടിയിലൂടെ ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായതായി റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനൊപ്പം വിജയകുമാറും ഈ തീരുമാനങ്ങളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഗൂഢാലോചനയിൽ ഇവർക്ക് തുല്യ പങ്കാണുള്ളത്. കേസിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം ഉയർത്തിയ ചോദ്യമാണ് ഈ കേസിൽ വഴിത്തിരിവായത്. എല്ലാ തീരുമാനങ്ങളും ഭരണസമിതി എന്ന നിലയിൽ കൂട്ടമായാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന പത്മകുമാറിന്റെ ചോദ്യത്തിന് മുന്നിൽ പോലീസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വിജയകുമാറിനും KP ശങ്കർദാസിനും ഇതിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന മിനിറ്റ്സ് രേഖകൾ SITക്ക് ലഭിച്ചത്. അറസ്റ്റ് ഒഴിവാക്കാൻ N. വിജയകുമാർ നടത്തിയ നീക്കങ്ങൾ ഒരു സിനിമയെ വെല്ലുന്നതായിരുന്നു. അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ വിജയകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരു സന്ദേശം അയച്ചു. ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നായിരുന്നു ആ സന്ദേശം. ഈ സന്ദേശം വഴി പോലീസിനെ പിന്തിരിപ്പിക്കാനോ സഹതാപം പിടിച്ചുപറ്റാനോ ആയിരുന്നു ശ്രമമെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സുഹൃത്തുക്കൾക്കൊപ്പം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി അദ്ദേഹം കീഴടങ്ങുകയായിരുന്നു. CPMന്റെ അതീവ വിശ്വസ്തനായ ഒരു നേതാവാണ് N. വിജയകുമാർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ പലപ്പോഴും പാർട്ടിയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് കാണാം. സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ചിരിക്കെ അക്രമ സമരങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറി. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ദേവസ്വം ബോർഡ് അംഗമായി അദ്ദേഹം നിയമിക്കപ്പെട്ടത് പാർട്ടി നോമിനിയായാണ്. CPM തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. പാർട്ടി സംരക്ഷണം നൽകിയിട്ടും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. വമ്പൻ സ്രാവുകളെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന കോടതിയുടെ ചോദ്യമാണ് ഒടുവിൽ പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിച്ചത്. വിജയകുമാറിന്റെ അറസ്റ്റോടെ കേസ് അവസാനിക്കുന്നില്ല. അടുത്ത ഘട്ടം മറ്റൊരു മുൻ അംഗമായ KP ശങ്കർദാസിനെതിരെയുള്ള നീക്കമാണ്. നിലവിൽ പക്ഷാഘാതം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ജനുവരി 1 പരിഗണിക്കും. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. എന്നിരുന്നാലും കൂട്ടുത്തരവാദിത്തം എന്ന തത്വം ഉയർത്തിപ്പിടിച്ച ശങ്കർദാസിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് പങ്കുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഡിണ്ടിഗൽ സ്വദേശിയായ മണിയെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. മോഷണം പോയ സ്വർണ്ണ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മണിയുടെ മൊഴി നിർണായകമായിരിക്കും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും D. മണിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളും SIT ശേഖരിച്ചു വരികയാണ്. ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തരുടെ വികാരമായ ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് അപഹരിക്കപ്പെട്ടു എന്നത് ഏറ്റവും അപമാനകരമാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഭരണസമിതി അംഗങ്ങൾ തന്നെ ഇന്ന് അഴിക്കുള്ളിലായത് നിയമത്തിന്റെ വിജയമായാണ് ഭക്തലോകം കാണുന്നതും. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 31 കോടതി പരിഗണിക്കുമ്പോൾ വിജിലൻസ് ശക്തമായ തെളിവുകൾ ഹാജരാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സ്വർണം ചെമ്പായി മാറിയ ഗൂഢാലോചനയിൽ പങ്കാളികളായ എല്ലാവരെയും പുറത്തു കൊണ്ടുവരികയും ശബരിമലയുടെ ആസ്തികൾ വീണ്ടെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇനി വരാനിരിക്കുന്ന വലിയ കടമ്പ.